നമസ്കാരം സുഹൃത്തുക്കളെ. മലയാളത്തിലെ ഏറ്റവും മികച്ച സിനിമകളെടുത്താൽ അതിൽ മുൻനിരയിൽ തന്നെ കാണും കിരീടം എന്ന് പറഞ്ഞ സിനിമ. മോഹൻലാലിൻ്റെ അഭിനയ ജീവിതത്തിലെ അവിസ്മരണീയമായിട്ടൊരു കഥാപാത്രം തന്നെയാണ് സേതുമാധവൻ. അത് ആ തലമുറയിൽ അത് തിയേറ്ററിൽ പോയി കണ്ടവരോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോഴത്തെ ജെൻസി പിള്ളേർക്ക് അത് കാണാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു അതിപ്പോൾ ഈ റീമാസ്റ്റർ ചെയ്ത് റിലീസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പഴയ കിരീടം കണ്ടിട്ടുള്ളവർക്ക് അറിയാം, എത്ര പേരത് ശ്രദ്ധിച്ചു എന്നറിയില്ല. പുതിയതായിട്ട് റിലീസായ കിരീടത്തിൽ 2 സീനുകൾ കട്ട് ചെയ്തിട്ടുണ്ട്. അത് ബോധപൂർവം തന്നെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് എന്ന് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യത്തെ സീൻ, അതിൽ ജഗതി ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. സേതുമാധവൻ്റെ അളിയനാണ്. അതേപോലെ തന്നെ ആദ്യ ഭാഗത്ത്, അതായത് കിരീടവും ചെങ്കോലും എന്നൊരു 2 ഭാഗങ്ങളുണ്ടായിരുന്നല്ലോ, അതിൽ ആദ്യ ഭാഗത്ത് ഒരു ഗുണ്ടയായിട്ടാണ് ഈ കൊച്ചിൻ ഹനീഫ ഉള്ളത്. അപ്പോൾ കൊച്ചിൻ ഹനീഫ ജഗതിയെ, അതായത് സേതുമാധവൻ്റെ അളിയനെ സൈക്കിളിൽ വിളിച്ചുകൊണ്ട് പോവുകയും പിന്നീട് അവർ രണ്ടുപേരും കൂടെ ഒരു ഷാപ്പിൽ കയറി മദ്യപിക്കുകയൊക്കെ ചെയ്യുന്നൊരു സീനുണ്ട്. അതിനു മുമ്പ് രസകരമായിട്ടുള്ള ചില സംഭാഷണങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ റിലീസ് ചെയ്ത കിരീടത്തിനകത്ത് അങ്ങനെ ഒരു സീനില്ല. പക്ഷേ ഒരു മുസ്ലിം കഥാപാത്രം ഷാപ്പിലിരുന്ന് മദ്യപിക്കുന്നത് വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തുമോ എന്ന ഭയം അതിൻ്റെ നിർമ്മാതാക്കൾക്കുള്ളത് കൊണ്ടായിരിക്കാം. ഇപ്പോൾ അന്ന് ആ പേടിയൊന്നും ഇല്ലായിരുന്നു, അന്ന് ഇത്ര പ്രശ്നമൊന്നുമില്ലായിരുന്നു, ആരും ആ ഒരു രീതിയിൽ അതിനെ കണ്ടിട്ട് പോലുമില്ല എന്നതാണ് സത്യം. പക്ഷേ ഇന്നിപ്പോൾ കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷം എത്രമാത്രം മോശപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവാണ്. ഒരു പ്രശ്നവുമില്ലാത്ത ഒരു സീനായിട്ട് കൂടിയും ആ സീൻ ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്ന പുതിയ ഈ കിരീടത്തിൽ, പഴയ കിരീടം തന്നെ റീമാസ്റ്റർ ചെയ്ത് ഇറക്കിയിരിക്കുന്നതിനകത്ത് ആ സീനില്ല. ഇനി വേറൊരു സീനും കൂടെ കട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒരു പ്രായമായിട്ടുള്ള ഒരു മുത്തശ്ശി കഥാപാത്രമുണ്ട്. നമുക്കറിയാം, ഫിലോമിന സേതുമാധവൻ്റെ മുത്തശ്ശിയാണ്. അപ്പോൾ അവർ വലിയ ധൈര്യശാലിയാണ്. കാരണം അവരുടെ ഭർത്താവ് വീരശൂര പരാക്രമിയായിരുന്നു. സേതുവിന് ആത്മബലത്തിന് വേണ്ടിയിട്ടും ധൈര്യത്തിനൊക്കെ വേണ്ടിയിട്ട് കത്തിയൊക്കെ സമ്മാനിക്കുന്ന മുത്തശ്ശിയാണെന്ന് പറയണം. അപ്പോൾ സേതുവിന് ധൈര്യം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവർ മുത്തശ്ശനെ ചേർത്ത് വെച്ചുകൊണ്ട് ഒത്തിരി തള്ളുകഥ പറയാറുണ്ട്. അങ്ങനെ ഒരു കഥയിൽ സേതുമാധവൻ്റെ മുത്തശ്ശൻ പണ്ട് ഒരു ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് 30 മാപ്പിളമാരുമായിട്ട് ഒറ്റയ്ക്ക് നിന്ന് അടിച്ച് അവരെല്ലാം അടിച്ച് തറ പറ്റിച്ച കഥ തള്ളി മറിക്കുന്നുണ്ട്. ഇന്നൊക്കെയാണെങ്കിൽ കൃത്യമായിട്ട് തള്ളി മറിക്കാമെന്ന് പറയും. അപ്പോൾ ആ കഥയിലുള്ളത് സേതുമാധവൻ്റെ മുത്തശ്ശൻ ഒറ്റയ്ക്ക് നിന്ന് 30 മാപ്പിളമാരെ തല്ലി ഓടിക്കുന്ന കഥയാണ്. ആ സീനും കട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇനി പറ, ബോധപൂർവമാണോ ഇത് കട്ട് ചെയ്തിരിക്കുന്നത്? ഒരുപക്ഷെ ഇന്ന് കട്ട് ചെയ്തില്ലെങ്കിൽ കൂടി ഇത് വിവാദമാവാൻ ഒട്ടും സാധ്യതയില്ലാത്ത സിനിമയാണ്. കാരണം പലതവണ ഇത് ടി വിയിലൊക്കെ വന്നിട്ടുള്ള സിനിമയാണ്. എന്നിട്ടും ആരെയോ ഭയപ്പെട്ട് ഇത് റീമാസ്റ്റർ ചെയ്ത് ഇപ്പോൾ വീണ്ടും റിലീസ് ചെയ്തിരിക്കുന്ന ഇതിൻ്റെ അണിയറ പ്രവർത്തകർ ഈ 2 സീനുകൾ കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുന്നു. എന്തൊരു ഭയമാണ് നിങ്ങൾക്ക്! സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളെ കൊണ്ട് കൊള്ളില്ല കേട്ടോ. ക്രിസ്ത്യാനികൾ കുറച്ചുകൂടെ സ്ട്രോങ് ആവണം. നിങ്ങളും കൂടെ സ്ട്രോങ് ആയിരുന്നെങ്കിലുണ്ടല്ലോ, കിരീടത്തിൽ നിന്ന് ആ കീരിക്കാടൻ ജോസിൻ്റെ സീൻ കൂടെ അങ്ങ് വെട്ടി മാറ്റായിരുന്നു. എങ്കിൽ പിന്നെ സേതുമാധവനും കുടുംബത്തിനും സമാധാനമായിട്ട് ജീവിക്കാമായിരുന്നു. ഇങ്ങനെ ദുരന്തമൊന്നും ആവില്ലായിരുന്നു ആ കഥ. കീരിക്കാടൻ ജോസ് എന്ന് പറഞ്ഞൊരു ക്രിസ്ത്യാനിയെ പിടിച്ച് വില്ലനാക്കണ്ട, അങ്ങനെ ഞങ്ങളുടെ മതവികാരം വ്രണപ്പെടുത്തണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരും കുറച്ച് സ്ട്രോങ് ആയിരുന്നെങ്കിൽ കീരിക്കാടൻ ജോസിൻ്റെ ആ കഥാപാത്രം കൂടെ കിരീടത്തിൽ നിന്ന് അങ്ങ് വെട്ടി മാറ്റായിരുന്നു. അല്ല പിന്നെ